വളാഞ്ചേരി നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനം മാത്രമാണെന്ന് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വളാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളാഞ്ചേരി നഗരസഭയിലെ 4.5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ വിറളി പൂണ്ട ഇടതുപക്ഷം രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് വളാഞ്ചേരി നഗരസഭാ ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF പ്രകടന പത്രികയിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അത് പാലിക്കുന്നതിനായി നിലവിലുള്ള ബസ് സ്റ്റാൻഡിനു സമീപത്ത് ദേശീയപാതയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നഗരസഭയ്ക്ക് ചെലവൊന്നും ഇല്ലാതെ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിനെതിരെ ഇടതുപക്ഷം ഇപ്പോൾ നടത്തുന്ന നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അത് പാലിക്കുന്നതിനായി നിലവിലുള്ള ബസ് സ്റ്റാൻഡിനു സമീപത്ത് ദേശീയപാതയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നഗരസഭയ്ക്ക് ചെലവൊന്നുമില്ലാതെ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിനെതിരെ ഇടതുപക്ഷം ഇപ്പോൾ നടത്തുന്ന നീക്കം രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമാണെന്നും നഗരസഭാ ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞങ്ങൾ ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം 2 വർഷത്തോളം ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താനും കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, കോവിഡ് വാക്സിനേഷന്, അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒക്കെ ആയിട്ടായിരുന്നു കൗൺസിലർമാരും ഞങ്ങളൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഒക്കെ അതിന് പ്രാമുഖ്യം നൽകിയിട്ട് തന്നെയായിരുന്നു 1.5 വർഷത്തിലധികം കടന്നുപോയത്. അതിനുശേഷമുള്ള വാർഷിക പദ്ധതിയിലാണ് നമുക്ക് പ്രാധാന്യമായിട്ടും നഗരസഭയുടെ തനത് ഫണ്ടുകൾ നഗരസഭയ്ക്ക് കിട്ടാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്ലാൻ ഫണ്ട്, SC വിഭാഗങ്ങൾക്കായിട്ടുള്ള ഫണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാവുന്ന പരമാവധി ഫണ്ടുകൾ, അമൃത് പദ്ധതിയിൽ മാത്രമായിട്ട് കുടിവെള്ളം, അതുപോലെ പൊതുകുളങ്ങൾ, പാർക്കിന്, അങ്ങനെയുള്ള ഓരോ വിഭാഗത്തിനും നീക്കിവെക്കുന്ന ഓരോ തുകയും നഗരസഭയ്ക്ക് നഷ്ടം വരുത്താത്ത രീതിയിൽ യഥാസമയം പ്രൊജക്റ്റുകളൊക്കെ സമർപ്പിച്ച് അത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണസമിതി മുൻപന്തിയിൽ നിന്നതുകൊണ്ടാണ് പിന്നീടുള്ള വർഷങ്ങളിൽ നമുക്കൊരു കുതിച്ച് ചാട്ടം നടത്താൻ കഴിഞ്ഞത്. ബസ് സ്റ്റാൻഡിന് പ്രപ്പോസൽ ക്ഷണിച്ചതു മുതലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭ ചുമതലപ്പെടുത്തിയ സബ് കമ്മിറ്റിയിൽ 2 ഇടതുപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള സബ് കമ്മിറ്റി അംഗങ്ങൾ എടുത്ത നിർദ്ദേശപ്രകാരമാണ് നഗരസഭാ ഭരണസമിതി ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി മുന്നോട്ടു പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിലിൽ സബ് കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ഇടതുപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുകയും ഇറങ്ങിപ്പോവുകയുമായിരുന്നു. ടൗണിലെ ഗതാഗതക്കുരുക്കും വാഹന പാർക്കിങ്ങിനുള്ള അപര്യാപ്തതയും കണക്കിലെടുത്താൽ പുതിയ ബസ് സ്റ്റാൻഡിന് ഏറെ പ്രസക്തിയുണ്ട്. നഗരസഭയ്ക്ക് പണച്ചെലവൊന്നുമില്ലാതെ പൂർണ്ണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു. മാത്രമല്ല, നമുക്ക് ആളുകളുടെ ഒരു സൗകര്യമാണല്ലോ ഒരു നഗരസഭയുടെ മുഖ്യ ലക്ഷ്യം. ആളുകൾക്ക് ടൗണിൽ യഥാസമയം വരാനും പോകാനും സൗകര്യത്തോടു കൂടി ചെയ്തു കൊടുക്കുവാനും നമുക്ക് കഴിയണം. അന്നത്തെ ഭരണസമിതി, പഞ്ചായത്തിൻ്റെ ഭരണസമിതി അത് ചെയ്തു. അന്ന് അത് ചെയ്ത് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ പ്രപ്പോസലിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടതായിട്ട് പോലും വരുന്നില്ലായിരുന്നു. പക്ഷേ അന്ന് 3 പ്രപ്പോസലുകളുണ്ടായിരുന്നു. ഇന്ന് ഇറങ്ങിപ്പോയ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അന്നത്തെ പ്രപ്പോസലുകളിൽ നിഷ്പക്ഷത പാലിക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പ്രപ്പോസൽ വേണമെന്ന് അവരന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആ ബുദ്ധി ഉദിച്ചിട്ടുള്ളത്. ഇന്ന് ഈ കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് അവർക്ക് ബോധോദയം വരിക ഇനിയും 20 വർഷം കഴിഞ്ഞാലേ അവർക്ക് വരികയുള്ളൂ. അപ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയെ ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകും. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾക്കറിയാം, ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലക്ക് മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളാണ്. ഞങ്ങളെ പാർട്ടിയുടെ പ്രതിനിധികൾ മാത്രമല്ല ഈ ഭരണസമിതിയുടെ നേട്ടങ്ങളെയും പ്രവർത്തനങ്ങളെയും നല്ലത് എന്ന് പറയുന്നത്. ഈ വളാഞ്ചേരിയിലുള്ള ഈ പാർട്ടിയിലും ഒന്നും പെടാത്ത അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള ആളുകൾ പോലും ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ല നന്ദി വാക്ക് ഞങ്ങളോട് പറയുന്നുണ്ട്. അതുതന്നെയാണ് ഒരു പൊതുപ്രവർത്തകന്മാർ എന്ന നിലയിൽ
ഞങ്ങൾക്കുള്ള പ്രചോദനം. തീർച്ചയായിട്ടും ഇതിലൊക്കെ വരുമ്പോൾ മാത്രമല്ല, നിങ്ങൾ പത്രപ്രവർത്തകന്മാരാണ്, നിങ്ങൾ പല രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. നിങ്ങളിവിടെ സമീപ പ്രദേശങ്ങളിലുള്ള ഓരോ ബസ് സ്റ്റാൻഡുകൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. പ്രധാന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് നീറ്റ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CM റിയാസ്, മുജീബ് വാലാസി, മാരാത്ത് ഇബ്രാഹിം എന്ന മണി, ദീപ്തി ശൈലേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.